നമുക്ക് രഘുനാഥ് നാരായണിലേക്ക് പോകാം. ആലപ്പുഴയിൽ രഘുനാഥ്, ഗുഡ് മോർണിംഗ്. അവിടെയും പല തീരമേഖലകളിലും കടലാക്രമണം രൂക്ഷമാണ് എന്നറിയാം. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? അവിടുത്തെ പരിസരവാസികൾ, തീരദേശവാസികൾ എന്തു പറയുന്നു? കൂടി പ്രതിഭാസമുള്ളത് കൊണ്ട് കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കടൽ അല്പം കരയിലേക്ക് കയറി. പ്രത്യേകിച്ച് കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കടൽ കയറിയത്. വൈകുന്നേരം ഒരു 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം ഉണ്ടായത്. കാരണം രാവിലെ മുതൽ തന്നെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ വള്ളവും വലയും ഒക്കെ തന്നെ തീരപ്രദേശത്ത് നിന്ന് അതായത് കടലിനോട് ചേർന്ന സ്ഥലത്ത് നിന്ന് ഉയർന്ന സ്ഥലത്തേക്ക് മത്സ്യത്തൊഴിലാളികൾ മാറ്റിവെച്ചിരുന്നു എന്ന് മാത്രമല്ല അവർ കടുത്ത ജാഗ്രതയിലുമായിരുന്നു. അതുകൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ രാവിലെയോടുകൂടി കടൽ സാധാരണ നിലയിലേക്ക് ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് വേലിയേറ്റം ഉണ്ടാകുക. ആ സമയത്ത് ഒരുപക്ഷെ കടൽ കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ശരി രഘുനാഥ്.